ഹലോ, ഞാൻ സുനി സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മൂവാറ്റുപുഴ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ചിലരുടെ ഈ കമൻറ്റ് കാണാം, അവർക്ക് ഇങ്ങനെ അത്യാവശ്യം ചരിത്രബോധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്ത്യാനികൾ മാത്രം ഇവരുടെ കടയിൽ നിന്ന് എടുത്താൽ മതി. ക്രിസ്ത്യാനികൾ മതം വല്ലതും പറഞ്ഞോ? യേശു എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ ചരിത്ര പുരുഷനാണ്. AD BC ഒന്നും കേട്ടിട്ടില്ലേ? പൊട്ടത്തരമൊക്കെ കമൻ്റ് ഇടുമ്പോൾ നമുക്ക് എത്രയും ബോധമുള്ളൂ എന്നൊക്കെ ആൾക്കാർ ധരിക്കും കേട്ടോ, കമൻ്റൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഈ യേശു എന്ന് പറഞ്ഞാൽ ബൈബിള് പറയണത് യേശുവിനെ യഹൂദന്മാർ അഡ്മിറ്റ് ചെയ്യാണ്ടിരുന്നപ്പോൾ ജാതികളിലേക്ക് വന്നു, സർവ്വ മനുഷ്യരിലേക്കും വന്നു. അതാണ് നമ്മുടെ ചരിത്ര പുരുഷനായിട്ട് വെച്ചേക്കുന്നത്. യേശു എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്താൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ 9 months ഒത്തിരി വെറൈറ്റി ഉണ്ട് കേട്ടോ. ആംഗ്ലസിൻ്റെ ഒരു വലിയ വൻ കളക്ഷൻ തന്നെ, പരസ്പരം മോഡലിൻ്റെ. ഇതിൻ്റെയൊക്കെ അത് ഇങ്ങനത്തെ തന്നെ ചെയിൻ മാലകളും ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഇതെല്ലാം ഡിഫറെൻ്റ് ആട്ടോ. ഇത് മാത്രം ഒരു കുഞ്ഞു പേള്, ഇത് പേളല്ലേ? അത് മാത്രം. അതിന് കയറ് വിരിയൻ ചെയിനാണ് ഉള്ളിൽ. ബാക്കി എല്ലാം ബോസ് ചെയിനിൽ. ഇതിന് വ്യത്യാസം ഒന്നും അല്ലേ? ഇതേതാ? വി ചെയിനോ? അങ്ങനെ ഒരു ചെയിനുണ്ടോ? വി ചെയിൻ. ഇതെല്ലാം ബോസ് ചെയിൻ തന്നെയല്ലേ ബാക്കിയെല്ലാം? അപ്പോൾ ഇത് ഒരുമാതിരി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ തുണ നോക്കിയൊക്കെ എടുക്കുക. ഇതിൻ്റെ ഭയങ്കര മൂവിങ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ 3.5 gram മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 2 എണ്ണോടെയാണ് കേട്ടോ 3.5 gram. ഞാൻ ഓർക്കോട്ടെ, പണ്ടൊക്കെ കൊലുസ് എൻ്റെയൊക്കെ 3 പവൻ്റെ കൊലുസായിരുന്നു. അത് തന്നെ ടെൻഷനായിരുന്നു. എല്ലാവരും 4 പവനും 2 പവൻ വെച്ച് ഓരോന്നും ചാടിപ്പോവോ പൊട്ടിപ്പോവോ എന്നൊക്കെ. ഇതിപ്പോൾ ലൈറ്റ് വെയിറ്റ്, ഈ ചെയിനൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ നിങ്ങൾ വേണ്ടവരെ എൻക്വയറി നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് അതിമനോഹരമായ സ്കീമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വില ഭയങ്കര സ്വർണ്ണത്തിന് കൂടുക, ഇനി തന്നെ കുറയട്ടെ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. വെറുതെ നമുക്ക് നിരാശയുണ്ടാവുള്ളൂ. സ്കീമിൽ കൂടെ അപ്പോൾ നമ്മൾ ഇടുന്ന മാസം കുറയണ മാസം കൂടുതൽ എമൗണ്ട് ഇട്ടു. ഒരു മാസം പല പ്രാവശ്യം എമൗണ്ട് ഇടാം. ഇപ്പോൾ വില കൂടും, അത് കഴിഞ്ഞിട്ട് ഇച്ചിരി കുറയുമ്പോൾ കൂടുതൽ എമൗണ്ട് ഇട്ടു. 11 മാസം ഇട്ടാൽ മതി. ഒരു മാസം നിങ്ങൾ എന്ന് പൈസ ഇടണോ അന്നേരം ആ ഡേറ്റിൽ നിങ്ങളുടെ വീട്ടിൽ സ്വർണ്ണം സേവ് ചെയ്ത് വയ്ക്കും. ഇന്ന് 5000 ഇട്ടാൽ ഇന്നത്തെ 5000 രൂപയ്ക്ക് എന്തോ ഒരു സ്വർണം കിട്ടണം, അത് സേവ് ചെയ്ത് വയ്ക്കും. നാളെ വേണമെങ്കിൽ 10000 ഇടാം, അങ്ങനെ ഇടാം. പക്ഷേ 11 മാസം എന്തെങ്കിലും ഇടണം, മിനിമം 1000 എങ്കിലും ഇടണം. 12ാം മാസം 10% മേക്കിംഗ് ചാർജ് കുറച്ച് ഏതായിട്ടും നമുക്ക് 18 വരെ കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ കടയിൽ സാധാരണ സ്കീമിൽ 18 ഒന്നും ആരും കൊടുക്കാറില്ല. നമ്മൾ 18 വരെ കൊടുക്കണ്ട്. പിന്നെ 10 താഴെയുള്ളതിന് GST മാത്രം അടച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി അതിമനോഹരമായിട്ടാണ് നമ്മുടെ സ്കീം. ഒത്തിരി പേര് യേശുവിൻ്റെ കൃപയ സ്കീം പോകുന്നുണ്ട്. ആ സൺഡേ നമ്മൾ ഞായറാഴ്ച കട തുറക്കണ്ട കേട്ടോ. ആ റോഡ് പണിയുടെ ഇടയ്ക്ക് 1-2 ദിവസമൊക്കെ അടച്ചിട്ടു. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സംശയമാണ്. അന്ന് വന്നിട്ട് കുറേ പേര് പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഒന്നും പറയണ്ട. അപ്പോൾ സൺഡേ കട തുറക്കും. പിന്നെ നമ്മൾ 18 ആയാലും 9 months ആയാലും പഴയ സ്വർണ്ണവും നമ്മൾ എടുക്കും കേട്ടോ. ആൾക്കാർക്കൊക്കെ സംശയം, നമ്മൾ പഴയ സ്വർണ്ണം എടുക്കുമോ, 18 മേടിച്ചാൽ എടുക്കുമോ? ഇതിപ്പോൾ കാണിക്കുന്നത് 9 months 18 വേറെ കടയിൽ നിന്ന് എടുത്താലും നമ്മളെടുക്കും. 9 months ആയാലും ഏതായാലും പഴയ സ്വർണ്ണവും നമ്മൾ എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ എന്നാ ഇനി വേറെ വല്ലതും ഉണ്ട് പറയാൻ? അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് കൊറിയറായിട്ട് ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കണം കേട്ടോ. അല്ലാത്ത നമ്പർ വിളിക്കാതെ വാട്സപ്പ് കോൾ വിളിക്കണം. പിന്നെ എന്നാ വേറെ എന്നാ ഇനിയൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കസ്റ്റമൈസ് ചെയ്തും കിട്ടും കേട്ടോ. വള, മാല, ഇതെല്ലാം ഇത്ര വെയിറ്റ് അഡ്വാൻസ് കൊടുത്തിട്ടാൽ മതി. നിങ്ങൾക്കത് ഇത്ര ദിവസത്തിനുള്ളിൽ കസ്റ്റമൈസ് ചെയ്ത് കിട്ടും. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും യേശുമ്പുരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.